മനുഷ്യന്മാർക്കിടയിൽ അങ്ങനെ പൊരുത്തക്കേട് ഉണ്ടാകാൻ പാടില്ല, അയിത്തക്കേട് ഉണ്ടാകാൻ പാടില്ല. എന്തൊരയിത്ത നമ്മളാൾക്കാർക്കുണ്ട് അങ്ങനെ. ബാപ്പ ഒരു ഗ്ലാസ്സിൽ കുടിച്ചു വെച്ച വെള്ളം കുടിച്ചു വെച്ച ഗ്ലാസ് ആണെങ്കിൽ അപ്പൊ മകൻ ഇനി അതിൽ വെള്ളം കുടിക്കണമെങ്കിൽ ആ ഗ്ലാസ് ഒന്ന് കഴിക്കണം. ഓ, വല്ലാത്ത ഒരു കണ്ടീഷനായി പോയി അല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യൻ കുടിച്ചതിന്റെ ബാക്കി അതിൽ ശിഫുണ്ട് എന്നല്ലേ ഹദീസിലുള്ളത്. സൂറുൽ മുഅ്മിനി ശിഫ, മുഅ്മിൻ കുടിച്ചതിന്റെ ബാക്കിയിൽ ശിഫുണ്ട് എന്നല്ലേ. പഴയ കാലത്ത് വാപ്പാർക്കും ഉമ്മാർക്കൊന്നും വീട്ടിൽ ഉണ്ടാകൂല. നോക്കൊണ്ട് നിങ്ങൾ ഇന്നത്തെ വല്യപ്പാർക്ക് അതിനൊരു വലിയ കാരണം എന്താ അറിയോ നിങ്ങൾ? ചെറിയ കുട്ടികൾ, അഴുക്കൊന്നുമില്ലാത്ത, കയ്യിൽ അഴുക്കൊന്നും പൊറലാത്ത ചെറിയ മക്കളില്ലേ, 2, 3, 4, 5, 6 വയസ്സായ കുട്ടികൾ, അവര് കെടുകിയിട്ട് കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവിടെ ബാക്കിയിടും പാത്രത്തിൽ. ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഉമ്മയും ബാപ്പയും ഭക്ഷണം കഴിക്കുക അല്ലേ?